ശ്രുതി തമ്പി എന്ന് പറയുന്ന ആ പെൺകുട്ടി വല്ലതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മിടുക്കാണ്. അതിൽ അസൂയപ്പെട്ടിട്ട് അതിനെ പൂക്കച്ചവടം, സമൂസ കച്ചവടം എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും തരം താഴ്ന്ന രീതിയിൽ വിമർശിക്കുന്ന മൊണ്ണകളോടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. ദുബായ് അവിടെ തന്നെ ഇല്ലേ? നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി കാണിക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവാത്തത് നമ്മുടെ മിസ്റ്റേക്കാണ്. ഈ ശ്രുതി തമ്പി എന്ന് പറയുന്ന ആ കുട്ടി ഒരുപാട് നല്ല ഡാൻസ് വീഡിയോസ്, നല്ല റിയാക്ഷൻ വീഡിയോസ്, നല്ല കപ്പിളായിട്ട് കുറെ അവരുടെ ഫ്രണ്ട്സുമായിട്ട് കിടിലം വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. അവർക്ക് സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ഇൻകം ഉണ്ടാക്കാൻ, അത്രയും റീച്ചുള്ള അത്രയും ഫാൻ ബേസ് ഉള്ള ഒരാള് ഇൻകം ഉണ്ടാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ കാലഘട്ടത്തില് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. അതൊക്കെ നുണയാണ്, ബടായാണെന്ന് വിശ്വസിക്കുന്ന വേറൊരു വിഭാഗമുണ്ട്. നിങ്ങളോടൊക്കെ പറയാനുള്ളത് വേറെ വല്ല പണും ചെയ്തു വിടറോ. ഒരാള് കഷ്ടപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ടി ഒരുപാട് ഇൻകം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മിടുക്കാണ്. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും അവരിത്രയും മോശമായ രീതിയിൽ അവരെ താരടിച്ച് കാണിക്കുന്നത് എന്തിനാണ്? ആ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ തുമ്പിമാരും രുദ്രന്മാരൊക്കെ ഉണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാല് അവര് സാരി ട്രാൻസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, സാരി കൊളാബ് എന്നൊക്കെ പറഞ്ഞിട്ട് കുമ്പിട്ട് നിൽക്കും. എന്നിട്ട് കുറെ ട്രാൻസിഷൻസ് ഒക്കെ വീഡിയോ ചെയ്യും, മാറി കാണിക്കും, റീച്ച് ഉണ്ടാക്കും. അതുപോലെയുള്ള ആളുകളൊക്കെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അവരൊക്കെ നമ്മൾ ഇതുപോലെയുള്ള പൂക്കച്ചവടത്തിന് പോകുന്നവരാന്ന് വിളിക്കാൻ പറ്റുമോ?